ഞാൻ ഈ പറയാൻ പോകുന്ന 3 റൂൾ നിങ്ങൾക്കും അറിയുമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പണത്തിനെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്കും കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ആയ കോണ്ടന്റിന് ഈ ഒരു പേജ് ഇപ്പോൾ തന്നെ ഫോളോ ചെയ്ത് വെച്ചോ. ഇതിൽ ആദ്യത്തെ റൂൾ എന്ന് പറയുന്നത് റൂൾ ഓഫ് 72 ആണ്. ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ പണം എത്ര വർഷം കൊണ്ട് ഡബിൾ ആകും എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ റൂൾ എന്ന് പറയുന്നത് 72 ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് റേറ്റ് നിങ്ങൾക്ക് എത്ര കിട്ടുന്നു എന്നുള്ളതാണ്. ഞാൻ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. 12% ആനുവൽ റിട്ടേൺ തരുന്ന ഒരു ഇൻസ്ട്രുമെന്റിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാമെന്ന് വിചാരിക്കുക. അതായത് ഫിക്സ്ഡ് ആയിട്ട് 12% എല്ലാ വർഷവും തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ 72 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുന്നത് 6 ആണ്. അതായത് 6 വർഷം കൊണ്ട് നിങ്ങൾ ഈ ഇൻസ്ട്രുമെന്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പണം ഡബിൾ ആവും എന്നുള്ളതാണ് ഇത് പറയുന്നത്. അതായത് നിങ്ങൾ 1 ലക്ഷം രൂപ 12% ആനുവൽ റിട്ടേൺ തരുന്ന ഒരു ഇൻസ്ട്രുമെന്റിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 6 വർഷം എടുക്കും ഈ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ ആവാൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തിട്ട് 6 വർഷം തൊട്ട് 8 വർഷത്തിനുള്ളിൽ പണം ഡബിൾ ആകുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തെ ഒരു റൂളാണ് 0.04 റൂൾ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് എല്ലാ മാസവും ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസസ് ഉണ്ടെന്ന് വിചാരിക്കുക. അതായത് ഒരു സബ്സ്ക്രിപ്ഷൻ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു നെറ്റ്ഫ്ലിക്സിൽ നിങ്ങൾ എല്ലാ മാസവും 1500 രൂപ കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ 1500നെ ഡിവൈഡ് ചെയ്ത് അതായത് 1500 ഡിവൈഡഡ് ബൈ 0.04 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 37,500 രൂപ കിട്ടും. അപ്പോൾ ഈ 0.04 റൂൾ എന്ന് പറയുന്നത് ഈ 37,500 രൂപ 4% റിട്ടേൺ തരുന്ന ഏതെങ്കിലും അസറ്റിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ 37,500 രൂപയുടെ 4% ഈ 1500 രൂപ എന്ന് പറയുന്നത്, വിച്ച് ഈസ് നമ്മളുടെ പാസീവ് ഇൻകം കൊണ്ട് നമ്മളുടെ ബില്ലുകളും നമ്മളുടെ മറ്റു എക്സ്പെൻസസ് കവർ ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു റൂളിനെയാണ് 0.04 റൂൾ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ റൂളാണ് 100 മൈനസ് ഏജ് റൂൾ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ പ്രായത്തിനനുസരിച്ചിട്ട് എത്ര പോർട്ട്ഫോളിയോയിൽ ഇക്വിറ്റി വേണം അല്ലെങ്കിൽ എത്ര ഡെപ്റ്റ് വേണം എന്നുള്ളത് സൂചിപ്പിക്കുന്നതിനാണ് 100 മൈനസ് ഏജ് റൂൾ എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ പോർട്ട്ഫോളിയോയിൽ എത്ര ഇക്വിറ്റി എക്സ്പോഷർ വേണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇക്വിറ്റി ഈക്വൽ ടു 100 മൈനസ് ഏജ്. അതായത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 25 വയസ്സാണ് വിചാരിക്കുക. അതായത് 100 മൈനസ് 25 വിച്ച് ഈസ് 75% നിങ്ങൾക്ക് ഇക്വിറ്റിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാവുന്നതാണ്. ബാക്കി റിമൈനിങ് വരുന്ന 25% നിങ്ങൾ ഡെപ്റ്റ് കുറച്ചുകൂടി സേഫ് ആയിട്ട് രീതിയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നുള്ളതാണ് ഈ റൂൾ പറയുന്നത്. സോ അടുത്ത തവണ നിങ്ങൾ ഫൈനാൻഷ്യൽ പ്ലാനിംഗ് ചെയ്യുന്ന സമയത്ത് ഈ 3 റൂൾ ഇൻക്ലൂഡ് ചെയ്യാൻ മറക്കണ്ട.